സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കന്മാരായി നടക്കുന്നവരെല്ലാം സാമ്പത്തിക തട്ടിപ്പുകാരാണെന്ന് പറഞ്ഞാൽ ഇനിയും വിശ്വാസം വരാത്തവർ ദേ ഈ ഒരു വാർത്തയൊന്ന് കേട്ടെ. കാര്യം ഈ വാർത്തയ്ക്ക് ഒരു പ്രസക്തിയുണ്ട്. ഈ അടുത്ത ദിവസമാണ് തലസ്ഥാനത്ത് ബി.ജെ.പി. കൗൺസിലറായിരുന്ന തിരുമല അനിൽ അദ്ദേഹം നടത്തിയിരുന്ന സൊസൈറ്റിയിലെ പണം അടിച്ചുകൊണ്ടുപോയി ബി.ജെ.പിക്കാർ അദ്ദേഹത്തെ കൊലയ്ക്ക് കൊടുത്തത്. അത് അവിടെ തീർന്നു എന്ന് കരുതുന്നവർക്കുള്ള ഉത്തരമാണ്. പെരിങ്ങമല സഹകരണ സംഘം അഴിമതിയിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന് തിരിച്ചടി. 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ സഹകരണ വകുപ്പ് ഉത്തരവിട്ടു. ബാങ്ക് പ്രസിഡന്റ് 46 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ട്. RSS മുൻ വിഭാഗ് ശാരീരിക പ്രമുഖ് ജി പത്മകുമാറാണ് ബാങ്ക് പ്രസിഡന്റ്. ഭരണസമിതി അംഗങ്ങൾ അതേ ബാങ്കിൽ നിന്നും വായ്പ എടുക്കാൻ പാടില്ല എന്ന ചട്ടം ലംഘിച്ചും ക്രമക്കേടുകൾ നടത്തിയും ബാങ്കിന് 4.16 കോടിയുടെ നഷ്ടം വരുത്തിവെച്ചു എന്നാണ് സഹകരണ വകുപ്പിന്റെ ഉത്തരവിൽ പറഞ്ഞത്. കേട്ടല്ലോ, പെരിങ്ങമല സർവീസ് സഹകരണ ബാങ്ക് അഥവാ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി, ഇങ്ങനെ പല പേരുകളിൽ പാവപ്പെട്ട ബി.ജെ.പിക്കാരുടെ സംഘപരിവാറുകാരുടെ പണം പിരിച്ചെടുത്ത് പുട്ടടിക്കാൻ വേണ്ടി ബി.ജെ.പി. നേതാക്കന്മാർ കണ്ടെത്തിയ എളുപ്പ വഴിയാണ്. കേരളത്തിലെ ബി.ജെ.പി. നേതാക്കന്മാരെ നിങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ചാൽ മതി. ഇതുവരെ ഇവർക്ക് എന്തായിരുന്നു ജോലി? ഇവർ എവിടെയെങ്കിലും MLA-യോ MP-യോ ആയിരുന്നില്ല. ഇവർ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളായിരുന്നു. കാര്യം ഒരു വരുമാനം ഉണ്ടാകണമല്ലോ. അങ്ങനെയുമല്ല. പക്ഷേ ഇവരെല്ലാം ഇന്ന് കോടാനുകോടി സ്വത്തിന്റെ ഉടമകളാണ്. ആഡംബര വീടുകൾ വെച്ചവരാണ്. എവിടെ നിന്നാണ് പണം? നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന ഇതേ മനസ്സുകാർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം ഓഡിറ്റ് ചെയ്യും. പിണറായി വിജയൻ സഞ്ചരിക്കുന്ന കാർ, ഇടുന്ന ഷർട്ട്, അദ്ദേഹത്തിന്റെ ചെരുപ്പ് മുതൽ മക്കളുടെ വേഷം വരെ പരിശോധിക്കുന്നവർ കണ്ണടച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പുകാർ ആരാണ് എന്നതിന്റെ തെളിവാണ് ബി.ജെ.പിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷിനെതിരെയാണ് ഇപ്പോൾ സഹകരണ വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത്. പെരിങ്ങമല സൊസൈറ്റിയിൽ നിന്ന് പണം കട്ടുകൊണ്ടുപോയതിന്റെ ഭാഗമായിട്ട് 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. ഉത്തരവ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതും പോരാഞ്ഞിട്ട് ബാങ്കിന്റെ ബാക്കിയുള്ള ബോർഡ് അംഗങ്ങൾ, അതായത് 7ഓളം പേർ ഈ തുകയാണ് അടയ്ക്കേണ്ടത്. ഏകദേശം 4.25 കോടി രൂപയാണ് തട്ടിക്കൊണ്ടുപോയത്. ആരുടെ? ആ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യരെ ജാതി പറഞ്ഞും ഹിന്ദുത്വ പറഞ്ഞും ഈ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവരുടെ സാമ്പത്തികം ആടാപാടലം അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. കരുവന്നൂരിൽ ഇവരൊഴുക്കിയത് മുതലക്കണ്ണീരാണ്. നിങ്ങൾ കണ്ടില്ലേ? ആ ബാങ്കിലെ സകലമാന പേർക്കും ഇപ്പോൾ പണം തിരിച്ചു നൽകിയിട്ടുണ്ട്. കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർക്ക് കരച്ചിലില്ല. പക്ഷെ അന്നവർ ആരോപണം ഉന്നയിച്ചവർ, അല്ലെങ്കിൽ ED കൊണ്ട് വേട്ടയാടിച്ചവർ ഇവരെല്ലാം പുറത്തു വന്നു. ഇവർക്കൊന്നും അതിൽ പങ്കില്ല എന്ന് തെളിഞ്ഞു. പക്ഷെ യഥാർത്ഥ കള്ളന്മാർ അല്ലെങ്കിൽ പണം തട്ടിച്ചവന്മാർ എത്ര കൂളായിട്ടാണ് ഈ നാട്ടിൽ നടക്കുന്നത്. കാര്യം ഞങ്ങളയിൽ ED ഉണ്ട്, ഞങ്ങളയിൽ കേന്ദ്രമുണ്ട് എന്ന നിലയ്ക്ക് ഈ നാട്ടിൽ സൊസൈറ്റിയും സഹകരണ ബാങ്കൊക്കെ തുറന്നു വെച്ച് സ്വന്തം പാർട്ടിയിലുള്ള കൗൺസിലറെ കൊലയ്ക്ക് കൊടുത്താരാണ്. തിരുമല അനിൽ ആത്മഹത്യ ചെയ്തിട്ട് അധിക ദിവസമായിട്ടില്ല. അദ്ദേഹം എഴുതിയ ആത്മഹത്യക്കുറിപ്പിൽ പാർട്ടിക്കാർ ചതിച്ചു എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സുരേഷന്മാരാണ് അനിൽ തിരുമലയെ കൊലയ്ക്ക് കൊടുത്തവർ. ആ പ്രവൃത്തി ചെയ്തവർ തിരുമല അനിലിന്റെ സൊസൈറ്റിയിൽ മാത്രമല്ല ആ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അവരുടെ ആഡംബര ജീവിതത്തിന്, അവർക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി അധികാരമില്ലാത്ത സമയത്ത് സ്വന്തം സഹപ്രവർത്തകർ നടത്തിയ സൊസൈറ്റിയിലൂടെ സ്വന്തം പാർട്ടി പ്രവർത്തകരെ തന്നെ കൊള്ളയടിച്ചവരാണ് ഈ നാട്ടിൽ രാഷ്ട്രീയത്തിലേക്ക് വരാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നത്. എന്താണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്? ഇവർ ആരോപണം ഉന്നയിച്ച ഏതെങ്കിലും ഒരു വ്യക്തികൾക്കെതിരെ ഇതുവരെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ള ആരോപണം, അത് AC മൊയ്തീൻ ആയിക്കോട്ടെ, MC കണ്ണൻ ആയിക്കോട്ടെ, ആർക്കെതിരെയെങ്കിലും ED അന്വേഷിച്ച് എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞോ? അവരെ കുറ്റവിമുക്തരാക്കി അവർക്കെതിരെ എടുത്ത നടപടി പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത് ഹൈക്കോടതിയാണ്. അപ്പോ ED വാലും ചുരുട്ടിപ്പോയി. അന്ന് തൃശ്ശൂരിൽ കരുവന്നൂർ നായകനായിട്ട് ഇറക്കുമതി ചെയ്ത ചെമ്പ് ഗോപി ഈ തട്ടിപ്പെല്ലാം കണ്ടിട്ട് എവിടെയെങ്കിലും വാ തുറക്കുന്നത് കണ്ടോ? തിരുമല അനിലിന്റെ സൊസൈറ്റിയിലുള്ള നിക്ഷേപകർക്ക് പണം മടക്കി കൊടുക്കാനായിട്ട് നന്മപരമായിട്ടുള്ള സുരേഷ് ഗോപി ആ വഴിക്കെങ്ങാനും ചെന്നു. പെരിങ്ങമലയിലും അത് ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെയും വഞ്ചിക്കപ്പെട്ട മനുഷ്യർക്ക് പണം കൊടുക്കാൻ സുരേഷ് ഗോപി വരുമോ? നാട്ടുകാർ ചിന്തിക്കേണ്ട സന്ദർഭമാണ്. ഞങ്ങൾക്ക് ഇത്തരത്തിൽ തട്ടിയെടുത്ത കോടിക്കണക്കിന് രൂപ കയ്യിലിരിക്കുമ്പോൾ ഞങ്ങളായിട്ടുള്ള ചില ഏറാമൂളി മഞ്ഞ മറുനാടന്മാർക്ക് പണം കൊടുത്തിട്ട് പച്ച നുണകൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിനപ്പുറം ആരാണ് യഥാർത്ഥ കള്ളന്മാരെന്നും കള്ളം ചെയ്തതിനു ശേഷം കള്ളൻ എന്ന് ബാക്കിയുള്ളവരെ നോക്കി വിളിക്കുന്ന യഥാർത്ഥ കൊള്ളക്കാർ ആരാണെന്ന് ഈ ഒരു നടപടിയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ഒന്നും രണ്ടും അല്ല, ഈ സംസ്ഥാനത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ 4.5 കോടി അടിച്ചുകൊണ്ട് പോയ കള്ളന്മാർ
കേരളത്തിലെ BJP-ക്കാരായിട്ട് സുമുഖന്മാരും ഒപ്പം തന്നെ ജാതിവാലുള്ളവരായിട്ട് അങ്ങ് വിലസി നടക്കുകയാണ്. മുതലാളി ചമഞ്ഞ് ഹിന്ദുത്വം പറഞ്ഞ് അല്ലെങ്കിൽ സവർണത പറഞ്ഞുകൊണ്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം വാർത്തകൾ എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല എന്ന് കൂടി നിങ്ങൾ ആലോചിക്കൂ. കരുവന്നൂർ എന്തുകൊണ്ട് വലിയ തീവ്രമായി ചർച്ച ചെയ്തവർ 4.5 കോടി അടിച്ചുകൊണ്ടുപോയ പെരിങ്ങമല ബാങ്കിനെ കുറിച്ചോ അല്ലെങ്കിൽ തിരുമല അനിലിന്റെ ആത്മഹത്യ സ്വന്തം ബാങ്ക് തകർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാം കൂടി വായ്പ എടുത്തുകൊണ്ടുപോയി ആ മനുഷ്യനെ തുലച്ചതും ഈ നാട്ടിൽ ചർച്ച ആകാതെ പോയത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവിടെയാണ് കേരളത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾ തുറന്നു വച്ചിരിക്കുന്ന സംഘപരിവാറുകാരെ നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അതിനകത്ത് മാസപ്പടി കൊടുത്തിട്ട് അവർക്കിഷ്ടമുള്ള വാർത്തകളെ ഹൈലൈറ്റ് ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണയോടുകൂടി എത്തിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ ഇവരുടെ കൊള്ളയ്ക്കും തട്ടിപ്പിനും മറപിടിക്കാനാണ്, കുടപിടിക്കാനാണ്. ഇവരുടെ വീടുകളിലേക്ക് അന്വേഷണം ചെന്നാൽ ഇവരുടെയൊക്കെ മക്കളുടെയൊക്കെ ഇന്നത്തെ ജീവിത നിലവാരം എടുത്തു കഴിഞ്ഞാൽ എവിടെന്നാണ് ഈ പണം, എവിടെന്നാണ് ഇവർ ഈ കോടികൾ സമ്പാദിച്ചത് എന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ ദുരൂഹ കഥകൾ പുറത്തേക്ക് വരും. അതുകൊണ്ട് BJP-യെ വിശ്വസിച്ച് അടിമകളായിട്ട് നടക്കുന്നവർ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. അതിലെ നേതാക്കന്മാരായിട്ട് നിൽക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്, എവിടെ പണം കിട്ടുമോ അവിടെ പോയി അത് കൊള്ളയടിക്കാൻ ഒരു മടിയുമില്ലാത്ത എക്സിക്യൂട്ടീവ് നേതാക്കന്മാരാണ് BJP എന്ന് തെളിയിക്കുന്നതാണ് ഈ പുറത്തു വരുന്ന വാർത്തയെന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് തിരുമല അനിലിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള യഥാർത്ഥ കള്ളന്മാരെയും കൊള്ളക്കാരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഇനിയെങ്കിലും സംഘപരിവാറിനെ വിശ്വാസത്തിന്റെ പേരിൽ കണ്ണടച്ച് വിശ്വസിക്കുന്നവർ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തിരുമല അനിലിന്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ നിങ്ങൾ നിലപാട് സ്വീകരിച്ച് ആ മനുഷ്യനൊപ്പം നിന്നാൽ മാത്രമേ അത് സംജാതമാകൂ എന്ന് മാത്രമേ പറയാനുള്ളൂ.